ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ ഈ മാളിലേക്കും ബീച്ചിലേക്കൊക്കെയാണ് പോകാറ്. എന്നാൽ പിന്നെ ഇത്തവണ ഒരു വെറൈറ്റിക്ക് ഫറൂഖുള്ള ഒരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സിപ്പ് ലൈനിലുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് വന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഇതുവരെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ ഇത്തവണ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കണ്ടില്ലേ, ഈ പുഴയുടെ മുകളിലൂടെയാണ് കേട്ടോ ഞങ്ങൾ പോണത്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര എൻജോയ് ചെയ്തിട്ടാണ് പോണതെന്ന്. ഒട്ടും പേടി തോന്നിയില്ല എന്ന് മാത്രമല്ല, ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഡയറക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഊരാനായിട്ട് അവിടെ 2 പേര് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ മാത്രം പോരല്ലോ, തിരിച്ചങ്ങോട്ട് പോകണ്ടേ. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആവാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങി ഒരു ചേട്ടൻ്റെ കൂടെ പോവുകയാണ്. ആ ചേട്ടനാണെങ്കിൽ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നേ. ഈ പുഴയുടെ നടുക്കെങ്ങാനും ഇനി സ്റ്റക്കായി പോയാലും പാനിക് ആവണ്ട, അവർ വന്ന് പിക്ക് ചെയ്തോളും, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ സേഫ് ആൻഡ് സെക്യൂർഡാണ്, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സിപ്പ് ലൈനൊക്കെ ചെയ്യാൻ പോകുമ്പോഴേ ജീൻസോ പാൻസൊക്കെ ഇടുന്നതാണ് ബെറ്റർ. എൻ്റെ പോലെ ഈ ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ബെൽറ്റ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. കാല് പൊക്കി വെക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് സ്പീഡ് ബോട്ടിങ്ങിനാണ് കേട്ടോ പോയത്. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ സ്പീഡ് ബോട്ടിന് പെർ ഹെഡ് 150യും സിപ്പ് ലൈനിന് 2 വേ 300ഉം ആണ് കേട്ടോ വരുന്നത്. ഈ എമൗണ്ടിന് ഈ 2 ആക്ടിവിറ്റീസും നല്ല വേർത്തായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. പിന്നെ ഈ സ്പീഡ് ബോട്ട് എത്ര ടൈം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എന്നാലും അതും നല്ല വേർത്തായിട്ടാണ് കേട്ടോ തോന്നിയത്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു, കുട്ടികളാണേലും പാരൻസ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ പരിപാടിയാണല്ലോ ഫുഡ് അടിങ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. ഹണി അൽഫാമൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണേ. ടാറ്റ ബൈ ബൈ.